എന്താ എന്താ അജ്ജുമ്മ കാല് ആ ആ പെര എത്താറായി. നിങ്ങൾ ഇങ്ങോട്ട് കയറി പൊയ്ക്കോളി. അയ്യാതായിരുന്നു എന്തേ വെള്ളം കിട്ടിയേക്കോ? ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലാന്നോ തോന്നല. നോമ്പൊക്കെ നോറ്റോ? ഓ നോമ്പ് നമുക്ക് പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ആ നോക്കണല്ലോ നമ്മക്ക്. അതൊക്കെ നോക്കിട്ടെങ്കിലേ നമ്മളെ ഒരു ജീവിതം. ഓളെ കുട്ടിയെ ഇവിടെ നിന്നോട്ടെ മോളെ. സുഖമില്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ വെയിലത്ത് നടന്നു വന്ന കുത്തിരിക്ക് കാരി കുത്തിരിക്ക് ഇങ്ങോട്ട് കാരി കുത്തിരിക്ക്. ആസ്പത്രി പോയതാ. ആസ്പത്രി പോയതാ. കുടിക്കാൻ വെള്ളോ നോമ്പ് വേണ്ട മോളെ. നോമ്പല്ല, നോമ്പ് മുറിക്കില്ല. മുറിക്കില്ല. ഇല്ല ഇല്ല. നിങ്ങൾ കാരി കുത്തിരിഞ്ഞോളി. നിങ്ങൾ കാരി കുത്തിരിഞ്ഞോളി. നമ്മളുള്ളപ്പോഴല്ലേ കുട്ടിയെ നമുക്ക് നോമ്പൊക്കെ നോക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ അവശതയായിട്ട് എവിടെയെങ്കിലും തലറിഞ്ഞ് വീഴാണ്ട് പുരകളിലൊക്കെ കയറി അവരിത്തിരിയൊക്കെ തന്നു കുട്ടിയെ. ഞാനും ഷബീസുത്ത അജ്ജുമ്മേനെ ഞാൻ അറിയൂട്ടോ. അജ്ജുമ്മ കുറച്ച് ദൂരെ ഉള്ളതാ. ആ ഒരു കുട്ടീനെ കണ്ടിന്യൂ വഴി. ആ കുട്ടിയാണ് ഇങ്ങോട്ടൊരു പുര ഉണ്ടെന്ന് കാട്ടി തന്നത്. ഈ വെയിലത്തങ്ങൾ ഇങ്ങനെ നോമ്പ് നോറ്റ് അങ്ങോട്ട് കയറി ഇരുന്നോളി അജ്ജുമ്മ. അങ്ങോട്ട് കയറി ഇരുന്നോളി നിങ്ങള്. പാവം നബീസുത്ത അജ്ജുമ്മ പാവം. ഒന്ന് അങ്ങോട്ട് കയറ്റി ഇരുത്തി. കുറച്ചങ്ങോട്ട് പോണേ. നിങ്ങൾ വരുന്നുണ്ട് അങ്ങോട്ട്? അയ്യോ എനിക്ക് എന്നെ ഭസ്മാന്നേ നിങ്ങളെ കണ്ടിട്ട്. നടക്കാൻ പോലും ആവുന്നില്ലല്ലോ. സങ്കടാന്ന്. പഠിച്ചോന് മനുഷ്യന്മാരുണ്ടല്ലോ ഇപ്പോഴും. പഠിച്ചോൻ ഇങ്ങനെയാ. കണ്ടിട്ടല്ലേ കുട്ടിയല്ലേ എന്നെ ഇങ്ങോട്ട് ആക്കി തന്നത്. ആ എന്റെ പുയ്യ അപ്പള പറയൂ.